നമസ്കാരം. നമസ്തേ. ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചതുകൊണ്ട് കേരളക്കാർക്കുണ്ടായ ഏറ്റവും വലിയ ഗുണമാണ് അവിടെയുള്ള അവിടെ ഉള്ള തൊഴിലില്ലാ പട്ടാളയം കേരളത്തിൽ ജോലിക്ക് എത്തിയതും ഇവിടെ സാധാരണക്കാരുടെ വീടുകളിൽ അടക്കം അവർ ജോലിക്ക് വന്നതും. എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നതോടെ ആസാമിലെയും അതേപോലെ ബംഗാളിലേക്കും വോട്ട് ചെയ്യാൻ പോയ ആളുകൾ ഇങ്ങോട്ട് മടങ്ങിയെത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്താണ് ഇതിന് കാരണം? ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിലെ മിക്ക ചാനലുകളിലും പത്രങ്ങളിലും വന്ന ഒരു വാർത്തയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, പ്രത്യേകിച്ച് ഈ ബംഗാൾ, ആസാം എന്നീ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ അവിടേക്ക് തിരികെ വോട്ട് ചെയ്യാൻ പോയി. പക്ഷെ പോയിട്ട് അവർ തിരികെ എത്തുന്നില്ല. ചില ആൾക്കാരെയൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത് വരണമെങ്കിൽ. അതായത് ചില പെരുമ്പാവൂരൊക്കെ ഉള്ള ചില കമ്പനികൾ ജോലി ചെയ്യുന്നവരെ അവരാവശ്യപ്പെടുന്ന അവർക്ക് വിമാന ടിക്കറ്റ് കൊടുത്താൽ അവർ വരാം എന്ന് കേരളത്തിലെ ഏറ്റവും അന്യസംസ്ഥാന തൊഴിലാളികൾ ഉള്ളത് പെരുമ്പാവൂരിലാണല്ലോ. അതെ അതെ അതെ. അപ്പം ഇന്നലെ മാധ്യമങ്ങളിൽ, ചാനലുകളിൽ പല കമ്പനി ഉടമസ്ഥന്മാരും നേരിട്ട് ചാനലുകളോട് സംസാരിക്കുന്നത് അത്തരം വീഡിയോ ഒക്കെ ഇപ്പം യൂട്യൂബിലുണ്ട്. അപ്പോൾ ഇത് 2-3 കാരണങ്ങളാവാം എന്ന് ഞാൻ കരുതുന്നത്. ഒന്ന്, കേരളത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഏതാണ്ട് ഒരു 65-70% ആസാമും ബംഗാളിൽ നിന്നുമാണ്. ആ ആസാമിൽ എനിക്ക് ചില ആൾക്കാരെ, ഉദ്യോഗസ്ഥന്മാരെയൊക്കെ, പോലീസിലൊക്കെ ഉള്ളവരെ പരിചയമുണ്ട് ആസാമിൽ. അപ്പൊ അവരെന്നോട് പറഞ്ഞിട്ടുള്ളത് ലോവർ ആസാമിൽ നിന്നാണ് ഈ കേരളത്തിലേക്ക് വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ. അത് പ്രത്യേകിച്ച് ഈ ചില ജില്ലകളുണ്ട്, ഇപ്പം ധൂബ്രി, അല്ലെങ്കിൽ ഞാൻ എല്ലാ ജില്ലകളുടെയൊക്കെ പേരങ്ങ് മറന്നു. അതുപോലെ ഈ ബംഗാളിലെ ആസാമിനോട് ചേർന്ന് കിടക്കുന്ന കുച്ച് ബിഹാർ തൊട്ട് ഉള്ള പല ജില്ലകളിലും അങ്ങ് മുർഷിദാബാദ് വരെ അവിടെ നിന്നാണ് ഈ തൊഴിലാളികൾ കേരളത്തിലെത്തുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അവിടേക്ക് വലിയ തോതിലുള്ള നിക്ഷേപം വരാനുള്ള ഒരു സാധ്യത എല്ലാവരും കാണുന്നുണ്ട്. കാരണം BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം BJP സർക്കാർ കേന്ദ്രത്തിലും ബംഗാളിലും ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന ആസാമിലും അതുപോലെ ആസാമിനോട് ചേർന്ന് കിടക്കുന്ന ഒഡീഷയിലും ഈ സംസ്ഥാനങ്ങളോടെല്ലാം ചേർന്ന് കിടക്കുന്ന ബീഹാറിലും ഒക്കെ BJP സർക്കാരാണ്. അവർക്ക് അവിടെ ഭരണം സ്ഥിരമായി നിർത്തണം എന്നുള്ള ആ വലിയ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി വർഷങ്ങളായിട്ട് പല തലത്തിൽ നടപ്പാക്കിയതിന്റെ ഫലമാണ് ബംഗാൾ പോലൊരു സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വന്നത്. അങ്ങ് ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം ഇടതുമുന്നണിയുടെ 34 കൊല്ലത്തെ ദുർഭരണമാണ്. ഇടതുമുന്നണി അധികാരത്തിൽ ഏൽക്കുന്നതിന് മുമ്പുള്ള കാലത്ത്, അതായത് ഡോക്ടർ BC റോയി എന്ന വലിയ നേതാവ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 50കളിലും 60കളുടെ പകുതി വരെയും ഇന്ത്യയിലെ ഏറ്റവും അധികം പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് ബംഗാൾ. ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ? ഈ അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിലെ സാധാരണക്കാരന്റെ വീട്ടിൽ പോലും ബംഗാളികൾ ജോലി ചെയ്യും. ഈ ബംഗാളി എന്നുള്ള വാക്ക് ഏതാണ്ട് പണ്ട് കേരളത്തിൽ പാണ്ടി എന്നൊരു വാക്ക് ഉപയോഗിക്കുമായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ വടക്കൻ കേരളത്തിൽ ഉപയോഗിക്കുമെന്ന്. തെക്കൻ കേരളത്തിലൊക്കെ ഈ തമിഴന്മാരെ പാണ്ടി എന്നാണ് വിളിച്ചിരുന്നത്. അതൊരല്പം അവജ്ഞ അതിനകത്തിലുണ്ട്. അതായത് കൂലിവേല ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഏറ്റവും താഴേക്കടയിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾ, അവരായിരുന്നു പഴയ കാലത്ത് തോട്ടിപ്പണി ഒക്കെ നിലനിന്നിരുന്ന കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു കേരളത്തിലെ ആ ജോലികളൊക്കെ ചെയ്തിരുന്നത്. അതുപോലെ ഡൽഹിയിൽ ചെന്നാൽ ബീഹാറി എന്ന് വിളിച്ചാൽ അതൊരു അവജ്ഞയാണ്. ഇപ്പൊ ഡൽഹിയിൽ അവിടെ നമ്മൾ മാർക്കറ്റിലൂടെ ഒക്കെ നടക്കുമ്പോൾ ബീഹാറി എന്നിങ്ങനെ വിളിക്കും വടക്കേ ഇന്ത്യക്കാരൻ. അതായത് ബീഹാറി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തെണ്ടി എന്നുള്ള അർത്ഥമായിരുന്നു പലപ്പോഴും. ഇത്തരം സംജ്ഞകൾ സമൂഹത്തിൽ രൂപപ്പെടുന്ന ഒരു പ്രദേശത്തിന്റെ വികസനമില്ലായ്മ വരുമ്പോൾ അവിടുന്ന് ആൾക്കാർ മറ്റു പ്രദേശങ്ങളിലേക്ക് തൊഴിൽ അന്വേഷിച്ച് കൂട്ടമായിട്ട് പോകുമ്പോൾ കുറഞ്ഞ കൂലിക്കും ജോലി ചെയ്യാൻ അവർ തയ്യാറാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഘടകങ്ങൾ വരുമ്പോഴാണ് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ ഒരല്പം അവരെ താഴ്ത്തി കെട്ടിക്കൊണ്ടുള്ള സംജ്ഞകൾ അല്ലെങ്കിൽ നാമങ്ങൾ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഇവിടെ കേരളത്തിൽ അത് തന്നെ സംഭവിച്ചു. കേരളത്തിൽ വരുന്ന ഏത് അന്യസംസ്ഥാന തൊഴിലാളിയും ബംഗാളി എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാം ബംഗാളികൾ മാത്രമല്ല, ഈ 2
ബംഗാളും ആസാമും കഴിഞ്ഞാൽ പിന്നെ ഒഡീഷയാണ്, പിന്നെ ജാർഖണ്ഡാണ്, പിന്നെ കുറച്ച് ബീഹാറും യു പിയും. പക്ഷെ ബീഹാറും യു പി എന്നുള്ളവർ കൂടുതലും ബാർബർ ഷോപ്പുകളിലാണ് ജോലി ചെയ്യുന്നത്. വളരെ സാധാരണ ജോലി ചെയ്യുന്നത് കൂടുതലും ബംഗാളികളും ഈ ഞാനീ പറഞ്ഞ ആസാമിലെ ലോവർ ആസാമിൽ നിന്ന് വരുന്ന ആൾക്കാരുമാണ്. ഇവിടെ ഈ ലോവർ ആസാമിലും പിന്നെ ബംഗാളി സംസാരിക്കുന്ന ആൾക്കാർ ഒത്തിരിയുണ്ട്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരും. എന്തെന്നാൽ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ഗുണം എന്ന പിന്നെ ഒരു ഭാഗത്ത് ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള മനുഷ്യ വിഭവം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ സംസ്ഥാനമാണ് ബംഗാൾ. അവിടെ നിലവിലുള്ള പിന്നെ ആസാമിൽ പോലും അപ്പർ ആസാമിൽ ഗുവാഹട്ടി അല്ലെങ്കിൽ നഗരങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗുവാഹത്തിയിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഡെയിലി വേജ് ഒരു 700 രൂപയൊക്കെ കിട്ടും, 600-700 രൂപയെങ്കിലും ഗുവാഹത്തിയിൽ കിട്ടും. പക്ഷേ പിന്നെ ലോവർ ആസാമിൽ ചെന്ന് കഴിഞ്ഞാൽ 250-300 രൂപയൊക്കെ ഉള്ളൂ. അവർക്ക് വലിയ ആകർഷണമാണ് കേരളം. അവിടുന്ന് പിന്നെ കേരളത്തിൽ വന്നിട്ട് 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഈ 2 കൊല്ലം കൊണ്ട് അവർ വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കും. അവർ ചെയ്യുന്ന ഭൂമി വാങ്ങിക്കുക, വീട് വെക്കുക. അപ്പോൾ ആ ഒരു പ്രത്യേക ഗോളുണ്ട് അവർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ നിൽക്കില്ല. ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഗുജറാത്തികളുടെ ഒരു വലിയ ഒഴുക്ക് ബംഗാളിലോട്ടുണ്ടാകും. ഗുജറാത്തി ബിസിനസ്മാൻമാർ, അതായത് അദാനി അംബാനി ഉൾപ്പെടെയുള്ളവർ വലിയ ഒരു സംഘം ഓൾറെഡി തന്നെ 6 പേരടങ്ങുന്ന ഒരു സംഘം പിന്നെ സുബേന്ദു അധികാരിയുമായിട്ട് ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. അത് ഒരു ഭാഗത്ത്. ഇനി മറുഭാഗത്തൊരു വേറൊരു വിഷയം, ബംഗ്ലാദേശിൽ നിന്നും ഇവിടെ എത്തി വ്യാജ റേഷൻ കാർഡും അല്ലെങ്കിൽ ആധാർ കാർഡും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ഐഡികളും വ്യാജമായി സമ്പാദിച്ചിട്ട് അവർ ഇന്ത്യയിൽ താമസിക്കുന്നു. ഈ താമസിച്ച ആൾക്കാരായിരുന്നു മൂർഷിദാബാദ്. ആരോട് ചോദിച്ചാലും, ഞാൻ ഒരുപാട് ബംഗാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നവരോട് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന അവരുടെ വീട് മൂർഷിദാബാദാണ്. ഇത്രയധികം ആൾക്കാരെ ഉൾക്കൊള്ളുന്ന ജില്ലയാണോ മൂർഷിദാബാദ്? നമുക്ക് സംശയം തോന്നും. പക്ഷേ ഇപ്രാവശ്യം അവിടെ നിന്നും ആറിലധികം ഈ BJP MLA മാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും അവിടെ വലിയ രീതിയിലുള്ള ചെക്കിങ് വരാൻ പോവുകയാണ്. ഈ അതിർത്തി കടന്നിട്ട് വലിയ രീതിയിൽ ആൾക്കാർ പിന്നെ ദൈനംദിന കൂലിപ്പണിക്കായിട്ട് ഇന്ത്യയിൽ എത്തുന്നുണ്ട്. അവർ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു വിഭാഗം ബംഗ്ലാദേശികളും ഉണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള പല ആൾക്കാരും തൽക്കാലം അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇവിടെ അവരെ പിടിക്കപ്പെട്ടാൽ അവർക്ക് ഒരിക്കലും പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല. പിടിക്കപ്പെടാതെ സ്വമേധയാ അവർക്ക് തിരിച്ചു പോയാൽ മറ്റെന്തെങ്കിലും അറേഞ്ച്മെന്റിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാർ ഇപ്പം നമ്മൾ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന പോലെ ഒരു ലേബർ കാർഡ്, അതായത് ഒരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുകയും ലീഗലി ചെക്ക് പോസ്റ്റുകൾ വഴി ബംഗ്ലാദേശി പൗരന്മാർക്ക് ഇന്ത്യയിൽ വന്ന് തൊഴിലെടുത്ത് പോകുന്നതിന് ആ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യാൻ പോലും സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ചീപ്പ് ലേബർ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം പല സ്ഥലങ്ങളിലും ചീപ്പ് ലേബർ ആവശ്യമുള്ളിടത്ത് ബംഗ്ലാദേശി സത്യസന്ധരായിട്ട് ഇന്ത്യയിലെത്തി ജോലി ചെയ്ത് തിരിച്ചു പോകുന്ന ബംഗ്ലാദേശി വരുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് എൻ്റെത്. പക്ഷെ കള്ളന്മാരെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല, അവർക്ക് പൗരത്വം കൊടുക്കാൻ പാടില്ല, അവർക്ക് റേഷൻ കാർഡ് കൊടുക്കുന്നത് അതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ സ്ഥാപിത താല്പര്യക്കാരും ഗൂഢലക്ഷ്യത്തോട് ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ദൈനംദിന ജീവിതത്തിന് ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ബംഗ്ലാദേശി, പ്രത്യേകിച്ച് ഒരു അൺസ്കിൽഡ് ബംഗ്ലാദേശിക്ക് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്തിട്ട് നിയമപരമായി ജോലി ചെയ്ത് ഇവിടെ താമസിച്ച് 2-3 കൊല്ലം ഇവിടെ ജോലി ചെയ്തിട്ട് അവർ തിരിച്ചു പോകുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല. ഇന്ത്യക്കാരും അതുപോലെ തന്നെ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗൾഫിൽ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരാണ് നമ്മളും. അതിലൊരു തെറ്റുമില്ല. ലോകത്തിലെല്ലായിടവും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരുമായിട്ട് വളരെ യോജിച്ചു പോകാൻ പറ്റുന്ന വ്യക്തികളാണ് ബംഗ്ലാദേശികൾ. അവരിൽ നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. നല്ല ആൾക്കാരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുക, മറ്റ് ഗൂഢലക്ഷ്യങ്ങളോടെ വരുന്നവരെ കൃത്യമായിട്ടും അവരെ അറസ്റ്റ് ചെയ്ത് തിരികെ വിടുക. ഇവിടെ ഇനിയും ഇത് ഞാൻ ഒരു ആമുഖമായിട്ട് പറയുമ്പോൾ കേരളത്തിന്റെ സമ്പദ്ഘടനയെ എന്താണ് ഇതിന്റെ ഇമ്പാക്റ്റ് എന്നൂടെ നോക്കണം. ഈ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യമുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ പോയതോടുകൂടി കേരളത്തിലെ പിന്നെ ഹോട്ടലുകളിലും അതുപോലെ കൺസ്ട്രക്ഷൻ സെക്ടറിലും വലിയ ബുദ്ധിമുട്ടുകളാണ്. പല ഹോട്ടലുകളിലും പൊറോട്ട അടിക്കാൻ ആളില്ല. കാരണം കേരളത്തിൽ ഇന്ന് പൊറോട്ട ഉണ്ടാക്കുന്നത് ബഹുഭൂരിപക്ഷവും ബംഗ്ലാദേശികളാണ്.
ബംഗാളികളെന്ന് നമ്മൾ പറയുന്നു, അതിൽ കുറെ പേര് ബംഗ്ലാദേശ്. ബംഗ്ലാദേശികളുമായിരിക്കാം. ആ അപ്പോൾ ഒരു ഭാഗത്ത് അത്. ഇനി മറുഭാഗത്ത് കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഈ ആസാമികളും ബംഗാളികളുമാണ്. ഉം. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഇവിടെ കെട്ടിട നിർമ്മാണം അതോടുകൂടി അവതാളത്തിൽപ്പെടും. ഇന്ന് പല മലയാളിക്കും വേലി കൊണ്ടുള്ള ജോലി ചെയ്യാൻ പല മലയാളികളും സന്നദ്ധരല്ല. അങ്ങനത്തെ ഒരു തലമുറ ഇല്ലാതായി. ഞാൻ പിന്നെ കഠിനമായ പ്രവൃത്തികൾ ചെയ്യുന്ന മലയാളികളെ ഞാനിപ്പോൾ കാണാറില്ല, വളരെ കുറവാണ്. ഇപ്പം ചെറിയ ഒരു കാര്യം എടുക്കുക, കേരളത്തിലെ കാർഷിക മേഖല. ആ കാർഷിക മേഖലയിൽ കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളിൽ ജോലി ചെയ്യുന്നത് ബംഗാളികളും ആസാമികളുമാണ്. കാരണം രണ്ട് കാരണമാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളും നെൽകൃഷിയുള്ള സംസ്ഥാനമാണ്. കേരളത്തിന്റെ ഏതാണ്ട് അതേ പശ്ചാത്തല കാലാവസ്ഥയാണ്. കേരളത്തിൽ സത്യത്തിൽ ഇപ്പോൾ കുറച്ചുകൂടി ചൂട് കൂടുതലാണ്. ഈ കാലാവസ്ഥ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അവർക്ക് നെൽപ്പാടങ്ങളിൽ ജോലി ചെയ്യാൻ അവർക്കറിയാം. അവിടുത്തെ കൃഷി സമ്പ്രദായം കുറച്ച് വ്യത്യസ്തമായിരിക്കും, കൃഷി ചെയ്യുന്ന നെല്ലിനങ്ങൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഈ മേഖലയിൽ അവർ കൈയടക്കി. കുട്ടനാട്ടിൽ ഒന്നും പറയണ്ട, കേരളത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. ഇന്ന് പല വള്ളങ്ങളിലെ തുഴച്ചിൽക്കാർ ബംഗാളികളാണ്. അപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളി പോലും മുടങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ബംഗാളികളില്ലെങ്കിൽ കേരളം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോകും. അല്ല, കേരളത്തിലെ ജനങ്ങൾ ഗൾഫിലേക്ക് പോകുന്നു, അവിടുന്ന് ഫണ്ട് വരുന്നു, പിന്നെ ഇവിടെ സുഖലോലുപരായി ജീവിക്കുന്നു. അതിന് വീട്ടു ജോലിക്കും അല്ല മറ്റുള്ള ജോലിക്കും ബംഗാളികളാണ്. അല്ല, അതെ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഗൾഫിലാണെങ്കിൽ പോലും ഈ കൺസ്ട്രക്ഷൻ കഠിന ജോലി ചെയ്യുന്ന മലയാളികൾ ഇന്ന് ഓൾമോസ്റ്റ് ഇല്ല. ആ ഒരു തലമുറ കഴിഞ്ഞു. ഇപ്പം മലയാളികൾ ജോലി ചെയ്യുന്നത് കൂടുതലും താഴേക്കടയിലുള്ള ജോലിയുള്ള മലയാളി എന്ന് പറഞ്ഞാൽ അവർ സെയിൽസ്മാൻമാരാണ്. കടകളിലെ കച്ചവടക്കാർ, കടകളിലെ സെയിൽസ്മാൻമാര്, അതുപോലുള്ള വലിയ സ്കില്ല് വേണ്ടാത്ത ഇപ്പൊ ഡെലിവറി ബോയ്സ്, അതായത് വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്നവര്, പിന്നെ ആ തരത്തിലുള്ള സ്കില്ല് കുറവുള്ള ജോലികളിലേക്കാണ് കേരളത്തിലെ വിദ്യാഭ്യാസം കുറവുള്ളവർ പോലും പോകുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസം കുറവുള്ളവർ പോലും ഈ ഗൾഫിലെ കൺസ്ട്രക്ഷൻ സെക്ടറിലൊക്കെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ദുരിതമാണ്. കാരണം 52 ഡിഗ്രി ഒക്കെയാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളിൽ സമ്മർ എന്ന് പറയുന്നത്. അവിടെ കർശനമായിട്ട് 11 തൊട്ട് 3 വരെ തൊഴിൽ നിർത്തിവെക്കും. ആ സമ്മർ ആകുമ്പോഴത്തേക്ക് 6 മണി തൊട്ട് 10:30 വരെയൊക്കെ ആയിരിക്കും ജോലി. പക്ഷെ അപ്പോൾ പോലും അന്തരീക്ഷത്തിൽ ചൂടായിരിക്കും. ആ ജോലി ചെയ്യുന്ന ഇന്ന് കൂടുതൽ ഒരുപാട് പേര് ബംഗ്ലാദേശികള്, ശ്രീലങ്കക്കാര്, പിന്നെ അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ളവരാണെങ്കിൽ മിക്കവാറും അത് ഈ തെലങ്കാനയിൽ നിന്നുള്ളവരായിരിക്കും, അതുപോലെ ബീഹാറിൽ നിന്നുള്ളവർ, കുറച്ച് ബംഗാളികൾ പക്ഷെ എന്തുകൊണ്ടോ അവിടെ കുറവാണ്. ബംഗ്ലാദേശികളാണ് ഗൾഫിൽ വരുന്ന. ബംഗാളികൾ കേരളമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം അവർക്ക് ഗൾഫിൽ കിട്ടുന്ന അതേ പൈസ കേരളത്തിൽ കിട്ടും. ഗൾഫിൽ നിന്നുണ്ടാക്കുന്ന പൈസ അവിടെ കേരളത്തിൽ വന്നാൽ കിട്ടുമല്ലോ. അപ്പൊ പിന്നെ അവരെന്തിനാ ഇതിനേക്കാൾ വലിയ ദുരിതം അനുഭവിച്ച് അവിടെ പോകുന്നത്? അവിടെയും ഉണ്ട്. ഗൾഫിലെ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ അവിടുത്തെ അറബി എമിഗ്രേഷനിലിരിക്കുന്ന ആൾക്കാര് ബംഗാളി എന്നിങ്ങനെ വിളിക്കും. അതായത് അതൊരു പുച്ഛത്തിലാണ് വിളി. പക്ഷെ പാകിസ്ഥാനിയെ വിളിക്കാൻ പറ്റില്ല. പാകിസ്ഥാനി അടിച്ച് പല്ല് തെറിപ്പിച്ചു കളയും. പാകിസ്ഥാനിയെ സാധാരണ അറബിക്ക് കുറച്ച് പേടിയുണ്ട്. പാകിസ്ഥാനി എപ്പോഴും ഒരു ഭയത്തോടാണ് അവര് കാണുന്നത്. പക്ഷെ ഒറ്റക്കൊറ്റക്കുള്ള ബംഗ്ലാദേശിയെ പേടിക്കണ്ട, കൂട്ടമായിട്ട് വന്നാൽ പേടിക്കണം, അവരാക്രമിക്കും. പാകിസ്ഥാനി ഒറ്റയ്ക്കാണേലും മതി. ആ പാകിസ്ഥാനി ലോകത്തിൽ എവിടെ ചെന്നാലും, മുസ്ലിം രാജ്യത്തിൽ ചെന്നാൽ, ആ രാജ്യം മുസ്ലിമിന്റെ രാജ്യമാണെങ്കിൽ അവിടെ പാകിസ്ഥാനി ഒരു കളി കളിക്കും. അവിടെ അവരെ തടയാനൊന്നും പറ്റത്തില്ല. കാരണം എനിക്ക് തോന്നുന്നത് ലോകത്തിൽ ഈ അണുബോംബുള്ള ഏക മുസ്ലിം രാജ്യം എന്നുള്ള ഒരു ധൈര്യം അവർക്കുണ്ട്, പാകിസ്ഥാനികൾക്കുണ്ട്. പ്രത്യേകിച്ച് ഗൾഫിൽ. കാരണം പല ഗൾഫ് രാജ്യങ്ങളിലും ജനസംഖ്യയിൽ ഒരു നല്ല ശതമാനം പൗരത്വം കിട്ടിയ ബലൂഷികൾ എന്ന് പറയുന്നവര്, അവര് പാകിസ്ഥാനികളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പാകിസ്ഥാനികള് സാധാരണ ജോലി ചെയ്യുന്നവരുണ്ട്, ധാരാളം കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരെപ്പോഴും കുറച്ച് അസർട്ടീവാണ്. അവരെ അങ്ങനെ നമുക്ക് തലയിൽ കയറാൻ പറ്റത്തില്ല. അപ്പൊ അത് വേറൊരു കാര്യം. പക്ഷെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ദിവസങ്ങളിൽ മലയാളി ഒരുപാട് കാര്യങ്ങളിൽ ഇതായിരിക്കണം, സെൽഫ് ഡിപ്പെൻഡന്റ് ആയിരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ യൂറോപ്പിനും അമേരിക്കയ്ക്കും ഒക്കെ സമാനമാണ് നമ്മുടെ സ്ഥിതി എന്ന് പറയും. ഇപ്പൊ യൂറോപ്പിൽ പോയാൽ വീട്ടു ജോലിക്ക് ആളിനെ കിട്ടത്തില്ല, അമേരിക്കയിൽ പോയാലും വീട്ടു ജോലിക്ക് ആളിനെ കിട്ടത്തില്ല. അവനവന്റെ ജോലി അവനവൻ ചെയ്യണം. കാറ് കഴുകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവനവൻ തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഒക്കെ തന്നെ പഠിച്ചിരിക്കും വീട്ടുകാർ. അതുപോലെ ചെറിയ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഓരോ വ്യക്തികൾ പഠിക്കുമെന്നാണ് പറയുന്നത്. ഒരു സൈക്കിള് കടയിൽ നിന്ന് കിട്ടുന്ന പാർട്സ് ആയിട്ടായിരിക്കും, അത് വീട്ടിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്.
അതുപോലെ ഉള്ള കാര്യങ്ങൾ, മിനിമം കാര്യങ്ങൾ ചെയ്യാൻ സ്കില്ലുള്ള ഒരു തലമുറയായിട്ട് മലയാളികൾ മാറേണ്ട വരും. കാരണം ഒരു മലയാളിയുടെ കീഴിൽ ജോലി ചെയ്യാൻ വേറൊരു മലയാളി തയ്യാറാവില്ല. അങ്ങനത്തെ ഒരു ഇക്കോസിസ്റ്റം ഇല്ലാതാവും. പകരം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബംഗ്ലാദേശികളെയോ വല്ല ശ്രീലങ്കക്കാരെയോ ഒക്കെ ഇറക്കുമതി, ഈ പറയുന്ന വർക്ക് പെർമിറ്റ് കൊടുത്ത് കേരളത്തിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടി വരും. പക്ഷെ അതിലൊക്കെ തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇവരൊക്കെ തന്നെ ഇതിൽ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും വരും. പലരും തൊഴിൽ ഉടമസ്ഥനെ കൊന്നിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. ഈ ഒരു കാര്യമാണ് ഞാൻ പറയാം. ഏറ്റവും ഒടുവിൽ ഈ കേരളത്തിൽ നിരവധി കൊലപാതകങ്ങൾ ഈ പറയുന്ന പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അത് കണ്ടില്ലെന്നടിക്കും. വ്യാപകമായിട്ടുണ്ട്. ഈ ജിഷ കൊലപാതകം തൊട്ട് അതുണ്ട്. പക്ഷേ അന്യസംസ്ഥാന തൊഴിലാളികളെ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ അത് വലിയൊരു വാർത്തയാക്കാറില്ല. ഇപ്പം വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നതിന് ശേഷം പല മലയാളികളും ഹിന്ദി സംസാരിക്കാൻ തുടങ്ങി. കാരണം അത് കേരളീയരുടെ ആവശ്യമാണ്. അല്ല അവരുടെ ആവശ്യത്തെക്കാൾ ഉപരി നമ്മുടെ ആവശ്യമാണ് അവരോട് സംസാരിക്കേണ്ടത്. അതിന് തപ്പിത്തടഞ്ഞ് നമ്മൾ ഹിന്ദി സംസാരിക്കും. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ബംഗാളിക്കും ആസാമിക്കും അത്ര വലുതായിട്ട് ഹിന്ദി അറിഞ്ഞുകൂടാ, കുറച്ച് ഹിന്ദി അറിയാവുന്നുള്ളത്. അപ്പോൾ നമ്മൾ തെറ്റ് പറഞ്ഞാൽ അവരും അങ്ങ് ക്ഷമിക്കും, അവർ തെറ്റ് പറഞ്ഞാൽ നമ്മളും ക്ഷമിക്കും. വടക്കേ ഇന്ത്യക്കാരുടെ ഹിന്ദി അല്ല അവരുടെ ഹിന്ദി. എന്തായാലും ഈ ബംഗാളിലും അതേപോലെ ആസാമിലും BJP ഗവൺമെൻറ് വന്ന ശേഷമാണ്, BJP ഗവൺമെൻറ് ആസാമിൽ നേരത്തെ ഉണ്ട്, ഇങ്ങനെയുള്ളൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നാളെ കേരളത്തെ വലിയ തോതിൽ സാമ്പത്തിക രംഗത്തും അതേപോലെ തൊഴിൽ രംഗത്തും വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ സർക്കാർ ഇതൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരളത്തിലെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ആ വ്യവസായങ്ങൾക്ക് നിലനിൽക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് അവരുമായിട്ടും ചർച്ച നടത്തി വേണ്ട പരിഹാരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ. ദീർഘവീക്ഷണമുള്ള പദ്ധതികളുമായിട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തൽക്കാലം കൂടുതൽ പിന്നെ സമയപരിമിതി മൂലം ഞാൻ നിർത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.